ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരിക്കുന്ന സമയത്തുള്ളൊരു വസിയത്തായിരുന്നു ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അവരോട് മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. ഇസ്ലാമിക ലോകത്ത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേതാണ് ആദ്യമായി സംഭവിച്ചത്. അപ്പോൾ ഒരാൾക്കൊരു സംശയം, ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളു മുറിയില്ലേ എന്ന്. അത് നല്ലൊരു സംശയമാണ്, സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുമല്ലോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, മയ്യത്തിൻ്റെ ഉളു പിന്നെ മുറിയണ പരിപാടിയില്ല, മയ്യത്തിൻ്റെ ഉളു മുറിയില്ല. ഇനി മയ്യത്തിൻ്റെ ഉളു എടുത്ത് കൊടുത്തതിന് ശേഷം നജസ് പുറപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുൻദ്വാരത്തിലൂടെ പിൻദ്വാരത്തിലൂടെ വല്ലതും പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാലും അത് നീക്കം ചെയ്ത് കളയൽ നിർബന്ധമെന്നേ ഉള്ളൂ, അല്ല പിന്നെ ഒരു ഉളു എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറമാടലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീബി പറയുന്നുണ്ട്, ഇങ്ങനെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുളിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കപ്പോൾ ഓർമ്മയിട്ടിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഞങ്ങൾ ഭാര്യമാരായിരുന്നു, പക്ഷേ അത്ര പെട്ടെന്ന് അപ്പോൾ ഓർത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹദീസിൽ കാണാം. അപ്പോൾ ഭാര്യ ഭർത്താവിനെ തൊട്ടാലോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ തൊട്ടാലോ ഒന്നും മയ്യത്തിൻ്റെ ഉളു മുറിയില്ല, അങ്ങനെ കുളിപ്പിക്കാവുന്നതുമാണ്. അന്യ പെണ്ണുങ്ങൾ അന്യ ആണുങ്ങളെ കുളിപ്പിക്കാൻ പറ്റില്ല, അന്യ ആണുങ്ങൾ പെണ്ണുങ്ങൾ കുളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.